നമ്മളെല്ലാവരും വിദ്യാർത്ഥിയാവണം. കഴിഞ്ഞ വർഷം വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാത്ത ചില ചിന്തകൾ ഇക്കൊല്ലം ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ വായിക്കുന്നത്? നിങ്ങൾ വായിക്കുന്നത് രാമന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? ആലോചിക്കണം. എന്തിനാ രാമായണം വായിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യണം. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഒരാൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും. മൈക്കുണ്ടാവും, അമ്പലത്തിലൊക്കെ ഉള്ള തിരിച്ചു വെച്ചിട്ടുണ്ട്, ദൈവത്തിനെ കേൾപ്പിച്ചിട്ട് ദൈവത്തെ നന്നാക്കാൻ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കാനിരിക്കൂല. ആരെ കേൾപ്പിക്കാനാ വായിക്കുന്നത്? വായിക്കുന്നത് ആരാണ്? ഉള്ളിലൊരു പ്രാണനുണ്ട്, സത്തുണ്ട്. ആ സത്ത് പുറത്തേക്ക് വരുമ്പോൾ നാവിൻ തുമ്പത്തിരിക്കുന്ന വികട സരസ്വതിയെ പുറത്തേക്ക് കളയണം. വികട സരസ്വതിയെ പുറത്തേക്ക് കളയാൻ രാ എന്ന ശബ്ദമാണ്. രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ. ഇരുട്ടെന്ന ശബ്ദം, അതിനെ പുറത്തേക്ക് കളയാൻ ഹ എന്ന ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരണം. മഹാപ്രാണമാണോ ഹ? അക്ഷരത്തിൽ, സംസ്കൃതാക്ഷരമാലയിൽ ഹ എന്ന അക്ഷരം മഹാപ്രാണമാണ്. ആ മഹാപ്രാണം പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന ജ്യേഷ്ഠയെ പുറത്തേക്ക് തള്ളി മാറ്റണം. ഹി ഹാ വന്നിട്ട് അതാണ് ഹരേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരേ രാമ എന്ന് പറയുന്നതിന്റെ ഹരേ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള സത്വശക്തി കൊണ്ട്, ആത്മശക്തി കൊണ്ട് ബാഹ്യമായിരിക്കുന്ന അന്ധകാരത്തെ പുറത്തേക്ക് തള്ളണം. ആത്മീയ ശക്തി കൊണ്ട് അന്ധകാരത്തെ പുറത്തേക്ക് കളയണം. അതാ ഹരേ. ഇനി ശ്രീരാമ രാമ രാമ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ശ്രീരാമ രാമ രാമ. എന്തിനാ അത് പാടുന്നത്? ശ്രീരാമന് സന്തോഷം ഉണ്ടാക്കിയിട്ട് എനിക്കെന്തെങ്കിലും വരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ശ്രീരാമനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് വരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ശ്രീരാമ രാമ എന്ന് പറയുന്നത്. അവിടെയാണ് എന്താണ് കർക്കിടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, കർക്കിടകം രാശിയിലെ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാ പറയുന്നത്. കർക്കിടക മാസത്തിലാന്നല്ലേ, മാസം വേറെ രാശി വേറെയാണ് കേട്ടോ. കർക്കടകം രാശിയിൽ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. ഒന്നത്. രണ്ടാമത്, ഈ കർക്കടക മാസം രാമായണ മാസമായിട്ട് കേരള മലയാളികൾ മാത്രമേ ഉള്ളൂ ആചരിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ രാമായണം ഉണ്ടായ നാട്ടിലൊന്നും കർക്കടക മാസമൊന്നുമില്ല രാമായണത്തിന്. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത്? കർക്കടക മാസം കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന മാസമാണ്. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ്. ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുന്ന മാസമാണ്. നിങ്ങളൊരു കുപ്പിയിലെ വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, തണുത്ത വെള്ളം, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളം ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തിയെടുക്കുക. എന്നിട്ട് അത് വെറുതെ പുറത്താടെ വെക്കൂ. കുറച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ പുറത്തെല്ലാം വെള്ളം പറ്റി നിൽക്കുന്നത് കാണാം. അകത്തുള്ള വെള്ളം പുറത്തു വന്നതല്ലല്ലോ. അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. ആ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതാണ്. കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ള മാസം. ആ മാസത്തിൽ ഈർപ്പം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ജൈവിക കണങ്ങൾ വർദ്ധിക്കും, ജൈവാംശങ്ങൾ, ബാക്ടീരിയകൾ വർദ്ധിക്കും, ഫംഗസുകൾ വർദ്ധിക്കും, വൈറസുകൾ വർദ്ധിക്കും. അതുകൊണ്ട് ആ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും പനി, ജലദോഷം, അസുഖം വർദ്ധിക്കുന്നത് ഈർപ്പം കൂടുന്നത് കൊണ്ടാണ്, ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മൊത്തത്തിൽ അസുഖം വരും. ഈ അസുഖം വരുമ്പോഴാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക. ജ്യേഷ്ഠാ ഭഗവതി അറിയാവോ? ഭഗവതി രണ്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മലബാറിലെ തെയ്യക്കോലങ്ങൾ പൂതി രണ്ടുണ്ട്. ജ്യേഷ്ഠയും വലിയ പൂതി, അനുജത്തിയും ശ്രീയുമുണ്ട്. ജ്യേഷ്ഠയും ശീവോതിയുമുണ്ട്. ശീവോതി എന്ന് കേട്ടിട്ടുണ്ടോ? ഓണത്തിന് ശീവോതി പൂടുമ്പോൾ ശീവോതി ഇടും. ശീവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാണ്, ഐശ്വര്യദേവതയാണ് ശ്രീ ഭഗവതി. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ അസുഖമാണ്, മാരിയാണ്, പൊട്ടിയാണ്, വസൂരിയാണ്. ജ്യേഷ്ഠ അസുഖമുണ്ടാക്കുന്നവൾ, അസുഖമുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവൾ ജ്യേഷ്ഠ. ജ്യേഷ്ഠത്തി, അങ്ങനെയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത് മുതിർന്ന ആളായതുകൊണ്ടാണ്. പണ്ടത്തെ ആളുകളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കുളി കഴിഞ്ഞാൽ
ഈ രണ്ട് ഭഗവതിയും കൂടി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും. അപ്പോൾ ഒരു വഴിക്ക് രണ്ടാൾ പോകുമ്പോൾ ആരാ മുന്നിൽ നടക്കുക? ജ്യേഷ്ഠത്തി മുന്നിൽ നടക്കും, അനുജത്തി പിന്നിൽ നടക്കും. അതുകൊണ്ട് ആ പണ്ടത്തെ ആളുകൾ കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തിയിട്ടേ മുഖം തോർത്തു. കാരണം എന്താ? ആദ്യം തോർത്തുന്നിടത്ത് മുന്നിൽ നടക്കുന്ന ആൾ വന്ന് കയറിയിരിക്കും, ജ്യേഷ്ഠനെ പുറത്താക്കി പിന്നെ മുഖം തോർത്തിയാൽ മുഖത്ത് ഐശ്വര്യം വരും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ജ്യേഷ്ഠ കളിയാടുന്ന കർക്കടക മാസത്തിൽ ജ്യേഷ്ഠയെ പറഞ്ഞയക്കണമെങ്കിൽ അനുജത്തി വരണം. അനുജത്തി ആരാ? സ്ത്രീയാണ്. സ്ത്രീ ആരാ? മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വരണമെങ്കിൽ ആരെ വിളിക്കണം? മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവൻ? സ്ത്രീയെ രമിപ്പിക്കുന്നവൻ. സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. ആരാ? മഹാവിഷ്ണു. മഹാവിഷ്ണുവിനെ വിളിക്കണം. നിങ്ങളൊരു വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയി, വിവാഹം ക്ഷണിക്കാൻ പോയി. ആ വീട്ടിലെ സ്ത്രീയെ മാത്രം ക്ഷണിച്ചാൽ ആണുങ്ങളും വരൂല, പെണ്ണുങ്ങളും വരൂല, അല്ലേ? എന്നാൽ പുരുഷന്മാരെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവും. പക്ഷെ സ്ത്രീകളെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവോ? സ്ത്രീകളെയും പോകാൻ അനുവദിക്കുകയില്ല, അല്ലേ? അതുകൊണ്ട് ആദ്യം പുരുഷനെ വിളിക്കണം. അതുകൊണ്ട് പുരുഷനെ വിളിച്ചിട്ട് സ്ത്രീയെയും കൂടി വിളിക്കണം. എന്നാലേ കൊട്ടാരക്കര ബസ് വന്നാലേ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവും. ശ്രീബോധി വന്നാലേ ജ്യേഷ്ഠ പോവും. അപ്പൊ ശ്രീബോധിയെ വിളിക്കണം. ആരെ? സ്ത്രീയെ വിളിക്കണം. വരണമെങ്കിൽ ആര് വിടണം? രമയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് രമയെ രമിപ്പിക്കുന്നവൻ? അതാണ് രാമൻ. മനസ്സിലായോ? രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമയെ രമിപ്പിക്കുന്നവൻ എന്നാണ്. രമിപ്പിക്കുന്ന, സ്ത്രീയെ രമിപ്പിക്കുന്നവൻ, ഐശ്വര്യത്തെ രമിപ്പിക്കുന്നവനെ വാ, ജ്യേഷ്ഠയെ പറഞ്ഞേക്കൂ. അതാണ് ശ്രീരാമ. അർത്ഥം മനസ്സിലായോ? എല്ലാ ദിവസവും ശ്രീരാമ എന്ന് ജപിക്കുന്നത് ഐശ്വര്യദേവത വരട്ടെ, ജ്യേഷ്ഠ പോകട്ടെ. ഒന്ന്, അത് ബാഹ്യമായ ജ്യേഷ്ഠ. ആന്തരികമായില്ലേ ജ്യേഷ്ഠ? പണിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുഷ്ടത കൂടുമല്ലോ, മനസ്സിൽ അസ്വസ്ഥത കൂടുമല്ലോ. അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തേക്ക് കളയണ്ടേ? ഇരുട്ടിനെ പുറത്തേക്ക് കളയാനാണ് ശ്രീരാമ. അടുത്ത രാമ, ശ്രീരാമ രാമ. അടുത്ത രാമൻ എന്താ? അടുത്ത രാമൻ രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വായപൂട്ടണം. അതാ രാമ. രാമ. മനസ്സിലായോ? അപ്പൊ ശ്രീരാമ രാമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്തിനാ ശ്രീരാമ രാമ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ രാമ എന്നല്ലേ? അല്ല. രാമായണത്തിലെ ഓരോ വരിയിലും, ഓരോ കാണ്ഡത്തിലും, ഓരോ അധ്യായത്തിലും, ഓരോ അക്ഷരത്തിലും നമ്മൾ പ്രത്യക്ഷാർത്ഥത്തിനപ്പുറത്ത് പരോക്ഷമായ ഒരർത്ഥമുണ്ട്. സീതയെ അനുനയിപ്പിക്കാൻ പോകുന്ന രാവണന്റെ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബഹുവിശേഷമാണ്. സീതയെ അനുനയിപ്പിക്കാൻ പോകുന്ന രാവണൻ രാമനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കൂ, പലതവണ വായിച്ചു നോക്കൂ. വായിക്കും തോറും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് രാമനെ കുറ്റം പറയലല്ല, രാമനെ സ്തുതിക്കലായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ഓരോ വരിയിലും ഈ രായും മായും കൂട്ടിവെച്ചിട്ടുണ്ട്, യായും നായും കൂട്ടിവെച്ചിട്ടുണ്ട്. അറിയുമോ? ഈ അധ്യാത്മരാമായണത്തിൽ എല്ലാ ഈരടിയിലും ഒരൊറ്റ ഈരടി ഒഴിച്ച് മറ്റെല്ലാ ഈരടിയിലും രായുണ്ട്, മായുണ്ട്, യായുണ്ട്, നായുണ്ട്. ഏതെങ്കിലും ഒരക്ഷരം ഇല്ലാത്ത ഒരു ഈരടിയില്ല. ഈ 4 അക്ഷരങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു ഈരടിയും രാമായണത്തിൽ ഇല്ല. ഒന്നുണ്ട്, ഒന്ന് കുറവ്. ആ ഈരടി ഏതാണെന്നറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. രാന്നോ മാ എന്നോ യാന്നോ നാന്നോ അക്ഷരമില്ലാത്ത ഒറ്റൊരു ഈരടി ഉണ്ട്. ആർക്കെങ്കിലും അറിയാവോ? ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാ.
ആർക്കെങ്കിലും അറിയാവോ? ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ എന്ന ഈരടിയിൽ ഒഴിച്ച് മറ്റു മുഴുവൻ ഈരടിയിലും ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരമുണ്ട്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ രാമായണം എന്ന് പറയുന്നത് എന്താണ്? കേവലം രാമന്റെയും സീതയുടെയും കഥയല്ല. കേവലം ഒരു ആധ്യാത്മിക ദർശനങ്ങൾ, ഫിലോസഫികൾ പറയുന്നൊരു കാവ്യമല്ല. രാമായണത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം അതിൻ്റെ ശില്പഭദ്രമായ കഥാപാഠമാണ്. ഇത്രയും മനോഹരമായ ഒരു കഥ നിങ്ങൾ അറിയണം. ഒരുപാട് കഥകൾ എഴുതി തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന ഒരുപാട് കഥകൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഘടന മനസ്സിലാക്കിയ കാഥികന്മാരൊന്നും അല്ലല്ലോ രാമായണം എഴുതിയത്. ആദ്യം തന്നെ എഴുതിയതാ. എന്നാൽ ആ ആദ്യം തന്നെ എഴുതിയ കഥക്ക് ഇത്രയും ശില്പഭദ്രമായിരിക്കുന്ന ഒരു കഥ, ഇത്രയും മനോഹരമായ പരിണാമഗുപ്തി, ഇത്രയും മനോഹരമായ സംഘർഷാത്മകത, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. എന്താണ് ഈ 6 എന്താണ് ഈ 6? ഈ 6 ബാലകാന്ഡം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഷ്കളങ്കമായിരിക്കുന്ന അവസ്ഥയാണ്. നിഷ്കളങ്കമായിരിക്കുന്ന പ്രകൃതിയോടൊത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പഠന പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ പഠനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വെറുപ്പില്ലാതെ ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ് അയോധ്യാകാന്ഡം. ആ കാണ്ഡത്തിൽ യുദ്ധമരുത്. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമരുതാത്തത് എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യുദ്ധമരുതാത്തിടം എന്നാണ്. യുദ്ധമില്ലാതെ വെറുപ്പില്ലാതെ സകല ചരാചരങ്ങളോടും സ്നേഹിക്കുന്ന കാണ്ഡമാണ് അയോധ്യാകാന്ഡം. മൂന്നാമത്തത് എന്താ? ആരണ്യകാന്ഡം. പ്രകൃതിയോടൊത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പ്രകൃതിയുടെ ആ കാനനത്തിലേക്ക് യാത്ര ചെയ്തിട്ട് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ജീവിതത്തെ രൂപപ്പെടുത്താൻ മനുഷ്യൻ പഠിക്കണം. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കണം എന്നർത്ഥം. പ്രകൃതിയെ വെറുക്കരുത്. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കുന്ന കാണ്ഡമാണ് ആരണ്യകാന്ഡം. അത് കഴിയുമ്പോഴേക്ക് മനുഷ്യന്റെ ഉള്ളിൽ കൗമാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സന്ത്രാസങ്ങൾ ഒത്തുചേരുമ്പോൾ ഒരു വാനരത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു കുരങ്ങനില്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ തോന്നാറില്ലേ നമ്മളെ പറ്റിയിട്ട് ഞാനെന്തെല്ലാം കളിക്കുന്നപ്പാ? ഒരു കുരങ്ങത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതാ കിഷ്കിന്ധാകാന്ഡം. വാനരത്വം, ആ വാനരന്മാരുടെ ചാബല്യങ്ങൾ, ആ ചാബല്യങ്ങളിൽ അത് തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ഭാര്യയാക്കി വെക്കുക, ജ്യേഷ്ഠനെ കൊന്നതിന് ശേഷം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ ഭാര്യയാക്കി വെക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഒരു വിധത്തിലുള്ള നിയമവും വ്യവസ്ഥയൊന്നുമില്ലാതെ ഒരു കുരങ്ങത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ കുരങ്ങത്വത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ സൗന്ദര്യബോധത്തിന്റെ ഒരു കാണ്ഡമുണ്ടാവണം. ആ സൗന്ദര്യബോധത്തിന്റെ കാണ്ഡമാണ് സുന്ദരകാന്ഡം. സൗന്ദര്യബോധത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ഈ ഭൂമിയിൽ അയച്ചത്. നിങ്ങൾ നോക്കൂ, ഈ രാമായണം എന്ന കാവ്യം ഒരു സുന്ദര കാവ്യമല്ലേ? മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് രാമായണത്തെക്കുറിച്ച് കാവ്യം എഴുതാനോ പാട്ടുപാടാനോ ആർക്കും കഴിഞ്ഞിരുന്നോ? പണ്ടും വണ്ടുകൾ മുളകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാറ്റത്ത് ഊതാറുണ്ടായിരുന്നു. പക്ഷേ ആ ഊതുന്ന ആ പാട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആരും പാട്ട് ആസ്വദിച്ചിട്ടില്ല, പാട്ടുപാടിയിട്ടില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവനും തീർത്തവളും ഉണ്ടാകുന്നത്, ഇല്ലേ? സൗന്ദര്യബോധം. പുഷ്പങ്ങളുണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷമല്ലല്ലോ. മനുഷ്യനുണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ആ പുഷ്പങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും പുഷ്പങ്ങളെ കൊണ്ട് വനമാല തീർത്തിരുന്നോ? ആരെങ്കിലും കൂവളത്തില കൊണ്ട് മാല ചാർത്തിയിരുന്നോ? ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി ചമഞ്ഞേനെ എന്ന് കവിത എഴുതിയിരുന്നോ? ഇല്ലല്ലോ. ആരും കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്ത
മുറ്റത്തെ മുല്ലയെക്കുറിച്ച് പാട്ടുപാടിയിരുന്നോ? ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നില്ലേ? അതിന്റെ 7 നിറങ്ങളെ നോക്കിയിട്ട് ആ മഴവില്ലിന്റെ മലരളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാൻ ഉളറിയിരുന്നോ ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ സൗന്ദര്യബോധം, ആ അനുഭൂതി, ആർദ്രതയുണ്ടാവണം മനുഷ്യന്. സുന്ദരകാന്ഡം. അത് കഴിഞ്ഞിട്ടാണ് ജീവിതവും പ്രകൃതിയും മനുഷ്യന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ആ സംഘർഷങ്ങളിൽ യുദ്ധത്തിൽ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? മറ്റു മനുഷ്യരോടാണോ അവനവനോടാണോ യുദ്ധം ചെയ്യേണ്ടത്? ആരാണ് നമ്മുടെ ശത്രു? കൃത്യമായിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നിന്റെ ശത്രു ആരാ? നിന്റെ ശത്രു ആരാ? കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാണ് നിന്റെ ശത്രു, അല്ലേ? തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കതാകുന്നതെന്നും അറിയ നീ എന്ന് രാമൻ പറയുന്നുണ്ട്. ആ ശത്രുവിനെ ജയിക്കുന്ന യുദ്ധകാന്ഡം, അല്ലേ? യുദ്ധകാന്ഡം. യുദ്ധകാന്ഡത്തോടു കൂടി തീർന്നോ? രാമായണ കഥയുടെ അതിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്നത് എപ്പോഴാണ്? ആ കഥയുടെ വൈകാരികത ഉണ്ടാവുന്നത് ഉത്തര രാമായണത്തിലാണ്. ഉത്തര രാമായണത്തിലാണ്. ആ ഉത്തര രാമായണത്തിൽ രാമൻ സീതയെ ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ സീതയെ വാൽമീകി കണ്ടെത്തുമായിരുന്നോ? വാൽമീകി സീതയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ രാമന്റെ കഥ വാൽമീകിക്ക് മനസ്സിലാകുമായിരുന്നോ? സീതയുടെ മക്കളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി രാമായണം വാൽമീകി എഴുതുമായിരുന്നോ? രാമായണം വാൽമീകി എഴുതിയില്ലായിരുന്നുവെങ്കിൽ തൃക്കുരട്ടി മാന്നാർ മഹാദേവ സേവാ സമിതി രാമായണ മേള നടത്തുമായിരുന്നോ? രാമായണ മേള നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നോ? ഞാനിവിടെ പ്രസംഗിക്കുമായിരുന്നോ? അപ്പൊ ഉത്തരകാണ്ഡല്ലേ പ്രധാനം. ആ ഉത്തരകാണ്ഡത്തിലാണ് അതിമനോഹരമായ ഭാഗങ്ങൾ. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ വികാസവും പരിണാമവുമാണ് നമ്മുടെ ദശാവതാര കഥകൾ പോലും.